ജമ്മു, സാംബ, പത്താൻകോട്ട് സെക്ടറുകളിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഡ്രോണുകൾ ഷെല്ലാക്രമണം നടത്തിയെന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ്. ഫിറോസ്പൂരിലും അപായ സൈറനും പൊട്ടിത്തെറിയും ഉണ്ടായി എന്ന വാർത്തകൾ കൂടി വരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, സാംബയിലെ ഡ്രോൺ ആക്രമണം കാര്യമായ പാകിസ്ഥാൻ്റെ പ്രകോപനമാണ് എന്ന് നമുക്കറിയാമോ? പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടങ്ങിയിരിക്കുകയാണ്. ഡ്രോണാക്രമണം തുടങ്ങിയിരിക്കുകയാണ്. സാംബ മേഖലയിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആ ഡ്രോണുകളെ തകർക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. പാകിസ്ഥാൻ്റെ ഡ്രോണുകളെ ഒന്നൊന്നായി ഇന്ത്യ വെടിവെച്ചിടുകയാണ്. ജമ്മു, പത്താൻകോട്ട്, രാജസ്ഥാനിലെ പൊഖ്രാൻ എന്നിവിടങ്ങളിൽ ഇപ്പോൾ അവരുടെ ഡ്രോണാക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഡ്രോണാക്രമണത്തിന് തക്ക തിരിച്ചടി തന്നെ ഇന്ത്യ നൽകുന്നുമുണ്ട്. എല്ലാ ഡ്രോണുകളും ഇന്ത്യ വെടിവെച്ചിടുന്നുണ്ട്. തുർക്കി നിർമ്മിത അസീസ് സോങ്കർ എന്ന് പറയുന്ന ഡ്രോണാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പ്രാഥമിക നിഗമനം സൈന്യത്തിൻ്റെ ആ നിലയിലാണ്. വ്യാപകമായി തന്നെ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് അവർ ആക്രമണം നടത്തുന്നത്. അത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയാൻ കൂടിയായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്ര വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നതെന്നാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സർവ്വസജ്ജമാണ്. ഡ്രോണുകളെ ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച ആകാശ് എന്ന് പറയുന്ന ഡ്രോൺ വേധ സംവിധാനം ഉപയോഗിച്ചാണ് തകർക്കുന്നത്. ഇന്ത്യയിൽ അവരുടെ ഡ്രോണുകൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം തന്നെ അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇന്ത്യയുടെ മിസൈൽ വേധ സംവിധാനങ്ങൾ. ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഡ്രോണാക്രമണം തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് ശക്തമായി തന്നെ അതിനെ നിർവീര്യമാക്കുകയാണ്. അവയെല്ലാം വെടിവെച്ചിടുകയാണ്. ഇപ്പോൾ സാംബ ഉൾപ്പെടെ സാംബ, പത്താൻകോട്ട് തുടങ്ങിയ മേഖലകളിൽ രാജസ്ഥാനിലെ പൊഖ്രാനിലുമാണ് ഈ ഡ്രോണാക്രമണം ഇവർ ആരംഭിച്ചിട്ടുള്ളത്. അതിർത്തിയിലെ നിയന്ത്രണ രേഖയിൽ കുപ്വാര, നൗഗാം തുടങ്ങിയ മേഖലകളിൽ അവർ വെടിവെപ്പും ആരംഭിച്ചിട്ടുണ്ട്. ഷെല്ലാക്രമണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും അവർ രാത്രിയിൽ വീണ്ടും ആക്രമണം നടത്തുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്കപ്പുറം നിന്നുള്ള വെടിവെപ്പ്, ഷെല്ലാക്രമണം ഇവ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വീണ്ടും തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പാകിസ്ഥാൻ ഈ ഡ്രോൺ ആക്രമണം നടത്തിയപ്പോൾ ഏതാണ്ട് 500ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യയുടെ 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട്. അതിൽ 4 സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ നടത്തിയത് ഈ ആക്രമണമെല്ലാം തകർക്കുന്നതിന് ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും അതിൽ നിന്ന് പാഠം പഠിക്കാതെ, ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ അതിന് തിരിച്ചടി നൽകിയതാണ്. ആദ്യത്തെ ദിവസം പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ഇല്ലാതാക്കി. അടുത്ത ദിവസം പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലാഹോറിലടക്കം അത് തകർത്ത് തരിപ്പണമാക്കി. ഇന്ന് പുലർച്ചെ പാകിസ്ഥാന് വീണ്ടും ശക്തമായ തിരിച്ചടി. 4 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയെന്നാണ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. അതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ വീണ്ടും രാത്രിയായതോടുകൂടി അവരുടെ വ്യോമാക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു വശത്ത് തുടരുന്നു, മറുവശത്ത് അതിർത്തിയിലെ നിയന്ത്രണ രേഖയ്ക്കിൽ നിന്ന് അവരുടെ സേന വെടിവെപ്പും ആരംഭിച്ചിട്ടുണ്ട്. SKN നമുക്കൊപ്പം ചേർന്ന ദിലീപ് കുമാറാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും അടിയന്തരമായ വാർത്ത, ജമ്മു, സാംബ, പത്താൻകോട്ട് സെക്ടറുകളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി. എന്നാൽ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഈ ഡ്രോണുകൾ ഇന്ത്യ തകർത്തു എന്ന വാർത്തയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച് ഈ പാകിസ്ഥാൻ്റെ ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തുന്നുണ്ട്.